ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ അർജൻറ്റീന ഫൈനലിലായി. കളിച്ചാണോ അവർ ജയിച്ചത്? ഞാൻ പറയുന്നു, ഞാൻ വിലയിരുത്തുന്നു ഭാഗ്യം കൊണ്ടാണെന്ന്. അത് മാത്രമല്ല, ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതായത് ഒരു ഫുട്ബോൾ മാച്ചുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ കണക്ട് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകുന്നത് ലോകത്തിലെ ഇന്ന് മനുഷ്യവംശം നേരിടുന്ന പ്രശ്നങ്ങളിലേക്കാണ്. അവിടെയും അതായത് ഈ ലോകക്രമത്തിലും വിജയിക്കാൻ പോകുന്നത് ഭാഗ്യമുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞു, കുന്തി ദേവി മഹാഭാരതത്തിൽ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, ഭാഗ്യബന്ധം പ്രസൂയതേ. അത് സംഭവിതാണ്. എനിക്ക് ശൂരന്മാരെയും പരാക്രമികളെയും ഒന്നും മക്കളായിട്ട് വേണ്ട, എനിക്ക് ഭാഗ്യമുള്ളവരെ മതി മക്കളായിട്ട് എന്നാണ്. ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം വരും. ഓക്കെ, സൂക്ഷ്മമായിട്ട് ലോക സംഭവങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗ്യത്തിൻ്റെ ഒരു ട്രാക്ക് കാണാൻ പറ്റും. ഇന്നലെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്ക് 10 മിനിറ്റ് കഴിയുന്നു ഉറപ്പാണ്. എന്തായാലും അത് സംഭവിതാണ് ഭാഗ്യം. പൊതുവെ ആരും ഇതൊരു വിഷയമാക്കുന്ന രീതിയില്ല, ഇതുവരെ ഇല്ല. ഞാൻ അത് പരീക്ഷിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ കാരണങ്ങളും ഞാൻ പറയുന്നുണ്ട്. അത്യാവശ്യം ബോറിംഗ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ഓക്കെ, അർജൻറ്റീനയും ഇംഗ്ലണ്ടും ഇന്നലെ മത്സരിച്ചു. 85-ാമത്തെ മിനിറ്റ് വരെ ഇംഗ്ലണ്ട് ഒരു ഗോളിന് ജയിച്ച് നിൽക്കുകയായിരുന്നു, അർജൻറ്റീന തോറ്റു നിൽക്കുകയായിരുന്നു. അവസാനത്തെ 5 മിനിറ്റ്, 85-ാമത്തെ മിനിറ്റിലാണ് തിരിച്ചടിക്കുന്നത്, സമനില നേടുന്നത് അർജൻറ്റീന. ആ ഗോളിനെ കുറിച്ച് പലരും വലിയ രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞു പോയി. പല വീഡിയോകൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടു. അതിനകത്ത് ഇതാണ് ഭയങ്കര സംഭവം എന്നൊക്കെ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ഗോളിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീന കളിച്ച കളികളെല്ലാം തന്നെ അവസാന മിനിറ്റുകളിലാണ് അർജൻറ്റീന ഗോൾ അടിക്കുന്നത്. ഓക്കെ, അതായത് 85-ാമത്തെ മിനിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം കൂടുതലില്ല, 5 മിനിറ്റേ ഉള്ളൂ കഷ്ടിച്ച്. ഓക്കെ, ഇഞ്ചുറി ടൈമൊക്കെ 10 മിനിറ്റ് വരും. എന്നാൽ തന്നെയും ഏകദേശം ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ 5 മിനിറ്റേ ഉള്ളൂ പിന്നെ കളി. അതായത് പെനാൽറ്റി ബോക്സിൻ്റെ വളരെ അകലെ നിന്നാണ് ആ ഷോട്ട് അടിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി പാസ് ചെയ്ത് കൊടുക്കുന്നു, ആളുടെ പേര് ഓർക്കുന്നില്ല. അയാൾ അടിക്കേണ്ടി വരുന്നത് എന്താണ്? അവസാന നിമിഷങ്ങളാണ്. അതായത് അയാൾക്ക് പാസ് ചെയ്ത് കിട്ടുന്നത് 85-ാമത്തെ മിനിറ്റിലാണ്. പിന്നെ 5 മിനിറ്റേ ഉള്ളൂ കളി. പിന്നെ കിടന്ന് പെനാൽറ്റി ബോക്സിൽ കയറി ഗോളടിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല. അപ്പോൾ കണ്ണും പൂട്ടി ഒരൊറ്റ അടി ദൂരെ നിന്ന്, അതായത് പെനാൽറ്റി ബോക്സിൽ നിന്ന് വളരെ അകലെ നിന്ന് ഒറ്റ അടി, അത് ഗോൾ കയറി. അങ്ങനെ അടിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പിന്നെ 5 മിനിറ്റേ ഉള്ളൂ കളി. കൂടുതൽ കിടന്ന് കളിക്കാനൊന്നും സമയമില്ല. അത് ഭാഗ്യപരീക്ഷണമാണ്, 100% അത് ഭാഗ്യപരീക്ഷണമാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി. അങ്ങനെ ഭാഗ്യപരീക്ഷണത്തിലാണ് അർജൻറ്റീന സമനില പിടിക്കുന്നത്. പിന്നത്തെ ഗോള് അതായത് അവസാനത്തെ 5 മിനിറ്റിൽ അവർ 2 ഗോൾ അടിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം, ഈ വേൾഡ് റാങ്കിൽ, ഫുട്ബോളിൻ്റെ വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന
ആദ്യത്തെ 4 ടീമുകളെന്ന് പറഞ്ഞാൽ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജൻറ്റീന. ഇതാണ് റാങ്കിങ്. 4ാമതാണ് അർജൻറ്റീന കിടക്കുന്നത്. 1ാം സ്ഥാനക്കാർ ഫ്രാൻസ് തോറ്റു, ഇംഗ്ലണ്ട് ഇന്നലെ തോറ്റു. കളിയുടെ മികവിലാണ് റിസൾട്ട് വരണമെങ്കിൽ ഫ്രാൻസ് കപ്പ് കൊണ്ടുപോകണം. അതാണ് വേൾഡ് റാങ്കിങ് സൂചിപ്പിക്കുന്നത്. പക്ഷേ സ്പെയിനെ കൊണ്ട് ഫ്രാൻസിനെ തോൽപ്പിച്ചു, ഫ്രാൻസിനെ ഒഴിവാക്കി. ഏറ്റവും നല്ല കളിക്കാരായ ടീമിനെ ഫ്രാൻസിനെ ഈശ്വരനായിട്ട് തോൽപ്പിച്ച് കൈ കൊടുത്തു. ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ആ ട്രാക്കിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയും ചിന്തിക്കാം. അർജൻറ്റീനയ്ക്ക് ഇനി സ്പെയിനുമായിട്ട് കളിച്ചാൽ മതി. കൃത്യമായിട്ട് പറഞ്ഞാൽ കളിയുടെ മികവിലാണ് റിസൾട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിൻ ജയിക്കും എന്ന് വിചാരിച്ച് അർജൻറ്റീന മോശം ടീമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ വേൾഡ് റാങ്കിങ്ങിൽ അർജൻറ്റീന 4ാമതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇതാണ്. അന്ന് കളിയുടെ മികവിലായിരിക്കില്ല റിസൾട്ട് വരുന്നത്, ഭാഗ്യത്തിൻ്റെ നിലവാരത്തിലാണ് റിസൾട്ട് വരാൻ പോകുന്നത്. ചിലപ്പോൾ സ്പെയിൻ ജയിക്കുമായിരിക്കും, കളിച്ചു ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ച് ജയിച്ചെന്ന് വരും. പക്ഷേ അർജൻറ്റീനയെ ചുറ്റിപ്പറ്റി ഒരു ഭാഗ്യത്തിൻ്റെ പരിവേഷമുണ്ട്. മറഡോണ നല്ല കളിക്കാരനാണ്, മെസ്സിയും നല്ല കളിക്കാരനാണ്. പക്ഷേ ഇന്നലെ സംഭവിച്ചതെന്നോ മെസ്സിയെ ഇംഗ്ലണ്ടുകാരങ്ങ് പൂട്ടി, ഗോളടിക്കാൻ പറ്റില്ല. അയാൾക്ക് എല്ലാവർക്കും അറിയാം, പെനാൽറ്റി ബോക്സിൽ ബാളുമായിട്ട് മെസ്സി കയറി കഴിഞ്ഞാൽ ഗോള് ഉറപ്പാണ്. അതുകൊണ്ട് അയാളെ ബാളുമായിട്ട് പെനാൽറ്റി ബോക്സിൽ കയറ്റാതിരിക്കാൻ ഇംഗ്ലണ്ട് പരമാവധി പണിഞ്ഞു. അതിലവർ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 2 ഗോളിലും മെസ്സിക്ക് പാസ് ചെയ്ത് കൊടുത്തു ഗോൾ നേടാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ മെസ്സിയുടെ കളി മികവിലല്ല അവിടെ ജയം വരുന്നത്, മറിച്ച് ആ സമനില നേടിയ ആ ഗോള് അതാണ് നിർണായകമായത്. അപ്പോൾ മിക്കവാറും ഈ വേൾഡ് കപ്പിലെ കളികളിലെല്ലാം തന്നെ അർജൻറ്റീന ജയിച്ചതെല്ലാം അവസാന മിനിറ്റുകളിലാണ്. അപ്പോൾ അവസാന മിനിറ്റുകളിൽ ഇവർ ഗോളടിക്കുന്നു. കളിയുടെ മികവെന്നും പറയാനൊക്കത്തില്ല, ഭാഗ്യത്തിൻ്റെ ഒരു പരിവേഷമാണ് ആ ഗോളുകൾക്കും അർജൻറ്റീനയ്ക്കും ഉള്ളത്. ഈ മറഡോണ തന്നെ ഒരു തവണ പറഞ്ഞത് ഇതാണ്, ഒരു തവണയല്ല പല തവണയും ഈ ഭാഗ്യത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് അതാണ് സൂചിപ്പിക്കുന്നത്. ഒരു തവണ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിലെ ഋഷിവര്യന്മാരുമായിട്ട് പൂജകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ നല്ല മികച്ച വിജയം നേടാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്പം അന്ധവിശ്വാസമൊക്കെ ഉള്ള ആളാണ് ഈ മറഡോണ. ഓക്കെ, അപ്പോൾ സംഭവം അർജൻറ്റീനയ്ക്ക് ഭാഗ്യത്തിൻ്റെ ഒരു പരിവേഷമുണ്ട്. ഈ വേൾഡ് കപ്പിൽ അത് വളരെ വ്യക്തമാണ് താരം. മിക്കവാറും എൻ്റെ ഒരു പ്രതീക്ഷ ഇതാണ്, കളി നന്നായിട്ട് കളിക്കുന്ന സ്പെയിനായിരിക്കും. പക്ഷേ അവസാന മിനിറ്റുകളിൽ ഭാഗ്യം തുണയ്ക്കും അർജൻറ്റീനയെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊരു പ്രഡിക്ഷൻ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാര്യം തെറ്റിപ്പോയാലോ. കാരണം അന്നത്തെ ദിവസം ഈ അർജൻറ്റീനയ്ക്ക് ഭാഗ്യം കുറവാണെങ്കിൽ സ്പെയിൻ ജയിക്കും. ഓക്കെ, പക്ഷെ സംഭവം ഇതാണ്, ഭാഗ്യം അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ലോകത്തിൻ്റെ ക്രമം, ലോകത്തിൻ്റെ ഇന്ന അവസ്ഥ എന്താണ്. നീട്ടിപ്പരത്തി പറയാമെങ്കിൽ ഒരു 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം.
മലയാളികൾക്ക് ഒരാൾക്കും അറിയാത്ത വിഷയങ്ങൾ മാത്രം 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം. അത്രത്തോളം ഇൻഫർമേഷൻസ് എനിക്കുണ്ട്. 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ എത്രയാണ്? ഒഫീഷ്യലായിട്ട് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. ഏകദേശം 212% ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ. കടവും വരുമാനവും തമ്മിലുള്ള റേഷ്യോ, ലളിതമായിട്ട് പറഞ്ഞാൽ. ഓക്കെ, 251 ട്രില്യൺ ഡോളറാണ് ലോകരാജ്യങ്ങളുടെ മൊത്തം കടം. ലോകരാജ്യങ്ങളുടെ മൊത്തം GDP എത്രയാണ്? വരുമാനം എത്രയാണ്? 118 ട്രില്യൺ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 212% എന്ന് വരുന്നു. പക്ഷേ പല സൈറ്റുകളിലും പറഞ്ഞു വരുമ്പോൾ 400%-ത്തിലധികമാണ് ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഇത് ഡെപ്റ്റ് ടു GDP റേഷ്യോ 90% വരെ പാടുള്ളൂ. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, അതായത് 100 കോടി ആസ്തിയുള്ള ഒരാൾ പരമാവധി 90 കോടിയെ കടമെടുക്കാൻ പാടുള്ളൂ. പക്ഷേ മനുഷ്യവംശം ഇന്ന് പല കണക്കുകളുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ കണക്ക് ഞാൻ പറയാം. 90% കടമെടുക്കാം. പക്ഷേ ലോകരാജ്യങ്ങൾ മൊത്തം 212% കടമെടുത്തിരിക്കുന്നു. ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഓക്കെ, അതായത് 100 കോടി ആസ്തിയുള്ള ഒരാൾ 212 കോടി കടമെടുത്തിരിക്കുന്നതിന് തുല്യമാണ്. ഇത് വീട്ടാൻ പറ്റുമോ? 100% ഒക്കില്ല. ഇതൊന്നും പത്രത്തിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കെട്ടിക്കൊണ്ടുവിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു തരാനാണ്. അപ്പോൾ സംഭവം ഈ പറഞ്ഞ എല്ലാവരും അങ്ങ് ഇതൊന്നും ചിന്തിക്കാണെന്നാൽ ശരിയാവത്തില്ല. ഓക്കെ, അപ്പോൾ സംഭവം ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യം, സമ്പന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. 32.3 ട്രില്യൺ ഡോളറാണ് അവരുടെ GDP. അവരുടെ കടം 39.4 ട്രില്യൺ ഡോളർ. അത് കണക്കാക്കുമ്പോൾ 122% ഡെപ്റ്റ് ടു GDP റേഷ്യോ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90%-ത്തിന് മേളിലാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും വലിയ സമ്പന്ന രാജ്യം വരെ കടക്കെണിയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള ആദ്യത്തെ 7 രാജ്യങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ജർമ്മനി മാത്രമാണ് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. 90%-ന് താഴെയുള്ളൂ അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. ബാക്കി എല്ലാ രാജ്യങ്ങളും, അമേരിക്ക, ചൈന, ശ്രദ്ധിച്ച് കേൾക്കുക, ആ ലിസ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. അമേരിക്ക, ചൈന, ജപ്പാനാണ് ഏറ്റവും പൊളിഞ്ഞു നിൽക്കുന്നത്. ജപ്പാൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഈ രാജ്യങ്ങളെല്ലാം കടക്കെണിയിലാണ്. കൂടാതെ മൊത്തം രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോഴും മനുഷ്യവംശം കടക്കെണിയിലാണ്. ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്തായാലും ഭാഗ്യത്തിന് 90%-ത്തിൽ നിർത്തുന്നുണ്ട് അവർ എങ്ങനെങ്കിലും. ഓക്കെ, അപ്പോൾ ലോകം കടക്കെണിയിലാണ്. എന്തെങ്കിലും മാർഗമുണ്ടോ ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ? ഇല്ല. ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും 100% രാജ്യങ്ങളും 100% ബാങ്കുകളും 100% കമ്പനികളും 100% മനുഷ്യരും 830 കോടിയുണ്ട് കടക്കെണിയിലാവാൻ പോവുകയാണ്. അതാണ് ഞാനിപ്പോൾ 2-3 മാസമായിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതായത് ലോകം മുഴുവൻ, എല്ലാവരും, നിങ്ങളും ഞാനും എല്ലാവരും കടക്കെണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എന്തെങ്കിലും മാർഗമുണ്ടോ ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ? ഇല്ല. 100%. അതായത് ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധരും അറിയില്ല ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന്. ഓക്കെ. അതുപോലെ തന്നെ ലോകത്തിലെ ഒരു രാഷ്ട്ര നേതാവിനും അറിയില്ല എങ്ങനെ ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടണം. 830 കോടിയിലധികം ജനങ്ങളുണ്ട് ഭൂമിയിൽ. ഈ 830 കോടി ജനങ്ങൾക്കും അറിയില്ല ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന്. ഈ വിഷയം മലയാളത്തിലെ ഒരു മാധ്യമ പത്രങ്ങളോ TV ചാനലോ ഒന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് മലയാളികൾക്ക് അറിയില്ല ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് പോലും. 2024 ജനുവരി 18 വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ഒഫീഷ്യലായിട്ട് പറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ശ്രീലങ്ക പോലെ സാമ്പത്തികമായി തകരും, ലോകം മുഴുവൻ അരാജകത്വത്തിലേക്കാണ്. ഈ ന്യൂസ് മലയാളത്തിലെ ഒരു പത്രമോ BBC ഉൾപ്പെടെ, BBC മുതൽ നമ്മുടെ ഇവിടുത്തെ മനോരമ ഉൾപ്പെടെ ഒരു പത്രത്തിലോ TV ചാനലിലോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. അതുകൊണ്ട് മലയാളികൾക്ക് അത് അറിയില്ല. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്ന ഈ രാഷ്ട്ര നേതാക്കളെയും, ഈ ട്രംപിൻ്റെയൊക്കെ പുറകിൽ ആളുണ്ട്, അതൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ല. ഇപ്പോൾ കുറേശ്ശെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജേക്കബ് റോസ്ചൈൽഡ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. എൻ്റെ അറിവിൽ ജേക്കബ് റോസ്ചൈൽഡിനെ കുറിച്ച് ഇപ്പോൾ മലയാളത്തിൽ കുറേ ചാനലുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ ജേക്കബ് റോസ്ചൈൽഡ് ആരാണെന്നുള്ളത് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. യൂട്യൂബിൽ, ഗൂഗിളിലല്ല, അതിനകത്ത് പറയുന്നുണ്ട്. നിരവധി മലയാളം ചാനലുകൾ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഉൾപ്പെടുന്ന 13 ഫാമിലി, ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയും, അതുമൊക്കെ കുറച്ച് മലയാള ചാനലിലൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഈ ജേക്കബ് റോസ്ചൈൽഡിനെയും ഈ 13 ഫാമിലി, അതായത് ലോകം നിയന്ത്രിക്കുന്ന, ലോകം ഭരിക്കുന്ന രാജാവാണ് ജേക്കബ് റോസ്ചൈൽഡ്. അയാളെക്കുറിച്ച് അറിയാത്തവർക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്ന് തന്നെ പറയാം. ഓക്കെ. സഖാവ് EMS നമ്പൂതിരിപ്പാടിന് ജേക്കബ് റോസ്ചൈൽഡിനെ അറിയാമായിരുന്നു, ഈ 13 ഫാമിലിയെ കുറിച്ച് അറിയാമായിരുന്നു? ഉത്തരം പറയുക. എനിക്കറിഞ്ഞൂടാ, അദ്ദേഹം മരിച്ചുപോയി, എന്തായാലും അറിയില്ല, എനിക്കറിയില്ല. ഇത് നമ്മുടെ EMSന് ജേക്കബ് റോസ്ചൈൽഡിനെ അറിയാമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കാം. ആയുധ വ്യാപാരികൾ എന്ന വാക്ക് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ അബദ്ധത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യുദ്ധങ്ങൾ പലത് നടക്കുകയാണ്, പണ്ടും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ആയുധ വ്യാപാരികൾ കൊണ്ടുപോകുന്ന ലാഭത്തെപ്പറ്റി മലയാളികളിൽ ആരെങ്കിലും ഒരാൾ അബദ്ധത്തിലെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ ചോദ്യങ്ങളുണ്ട്, അതൊന്നും രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾക്ക് അറിയാത്ത ഉത്തരവുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ 2025 ഇന്ത്യ വാങ്ങിച്ച ആയുധങ്ങൾ എത്ര ശതമാനം ഉപയോഗിച്ചു? 24, 23, 22, 21 വാങ്ങിച്ച ആയുധങ്ങൾ ഇരിക്കുമ്പോൾ എന്തിന് വീണ്ടും ആയുധം വാങ്ങിക്കുന്നു? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച്
ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഒരു ആവശ്യം ഉന്നയിച്ചു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ GDPയുടെ 5% ആയുധം വാങ്ങിയിരിക്കണം. അതിനെക്കുറിച്ച് ആരെങ്കിലും അന്തിച്ചർച്ച നടത്തുന്നുണ്ടോ? ഇങ്ങനെ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഇത് മാത്രമായിട്ട് ഞാൻ പണ്ടൊരു ചാനൽ തുടങ്ങിയായിരുന്നു. 1.5 വർഷം കൊണ്ട് 145 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ട് കളിയൊന്ന് മാറ്റിപ്പിടിച്ചു. ഇപ്പോൾ എനിക്ക് 4 യൂട്യൂബ് ചാനലുണ്ട്. ഇതിനകത്തൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ക്ലിയോപാട്ര എന്ന് പറയുന്ന ശ്രീ സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഭാഗ്യം, ജ്യോതിഷം, കടം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ യൂട്യൂബ് ചാനലുകളായിട്ട് എത്തിയേക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന്, യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ശ്രീ സാംബശിവൻ്റെ ക്ലിയോപാട്ര എന്ന് പറയുന്ന കഥ കേട്ടാൽ ഏകദേശം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പണ്ടൊരു കഥയുണ്ട്, ഒരു കൊച്ചു കഥ. ഒരു സിംഹം വലയിലായി, കെണിയിൽപ്പെട്ടു. ഓക്കെ, സിംഹം പല രീതിയിലൊക്കെ ശ്രമിച്ചിട്ടും വല ഭേദിക്കാനായില്ല. അവസാനം ആനയോ പുലിയോ കടുവയോ കരടിയോ ഒന്നുമല്ല സിംഹത്തെ രക്ഷിച്ചത്, മറിച്ച് എലികളിൽ ചെറിയവനായ ഒരു ചുണ്ടലിയാണ് സിംഹത്തെ രക്ഷിച്ചത്. അത് വന്ന് ചെറിയ പല്ലുകൊണ്ട് വല ഞറുക്കി കടിച്ചു പൊട്ടിച്ച് സിംഹത്തിനെ രക്ഷിച്ചു. അല്പം ചിന്തിച്ചാൽ ഞാൻ എന്തിന് ഈ കഥ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്. ഇപ്പം തന്നെ 22 മിനിറ്റായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ടൈറ്റിൽ ഇതാണ്: ഭാഗ്യം ജയിക്കും. ഫുട്ബോളിൽ മാത്രമല്ല, ലോകം തന്നെ കീഴടക്കുന്നത് ഭാഗ്യം തന്നെയായിരിക്കും. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങും ഇങ്ങും തൊടാതെ തലയും വാലും ഇല്ലാതെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാകാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അല്ലാത്തവർ നിശ്ചയമായും എൻ്റെ കൂടെ കാണണം. കാരണം എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ 830 കോടി ജനങ്ങളുടെയും കടം തീർക്കുക എന്നുള്ളതാണ്. ഈ 251 ലക്ഷം കോടി ഡോളറിൻ്റെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്ന് പറയുന്നവരുണ്ട്. 1 സെക്കൻഡ് മതി. അതിന് നിങ്ങൾ കറൻസി രഹിത വ്യവസ്ഥ എന്ന വീഡിയോ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ചെയ്തിട്ടുണ്ട്. 7 മിനിറ്റുള്ള വീഡിയോ ആണ്. കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ സെർച്ച് ചെയ്താൽ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ വിഷയങ്ങളാണ് മലയാളികൾക്ക്. ഓക്കെ, ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടർന്നാൽ മതി. അല്ലാത്തവരൊക്കെ ഈ കാര്യമൊന്നും മനസ്സിലാകാത്തവർ ജസ്റ്റ് സ്കിപ്പ്. അതായത് സംഭവം ഇതാണ്: നമുക്ക് ഉത്തരവില്ലാത്ത കുറേ ചോദ്യങ്ങളുമായിട്ട് ഒരാൾ വരുമ്പോൾ മറുപടി പറയാനൊന്നും നിൽക്കണ്ട, അയാൾക്ക് തലയ്ക്ക് വട്ടാന്നങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് നമുക്ക് ഉത്തരവില്ല. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി: അവന് തലയ്ക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കുക. തൽക്കാലം ഇതിൻ്റെ ദൈർഘ്യം കൂടുന്നതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. ആവർത്തിക്കുന്നത്, ഞാൻ 50 മണിക്കൂറോളം എനിക്ക് സംസാരിക്കാനുണ്ട്. 50 മണിക്കൂറോളം തുടർച്ചയായിട്ട് സംസാരിക്കാനുള്ള ഒരു കാലം താമസിയാതെ വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, ശുഭദിനം.